അപ്പോൾ ഇതാണ് നമ്മുടെ റൂബി ക്യൂബ്സ്. അപ്പം റൂബി ക്യൂബ്സിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ മൂവ്മെന്റുകളെ പറ്റിയാണ്. ഇതൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇതിന്റെ മൂവ്മെന്റ് പോകുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇതിന് കണ്ടോ, ഈ ഒരു സൈഡ് ഇങ്ങനെ റൊട്ടേറ്റ് ആവും, അതുപോലെ തന്നെ തിരിച്ച് റൊട്ടേറ്റ് ആവും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ മുന്നിലോട്ടും ബാക്കിലോട്ടും ആക്കാൻ പറ്റും. അതുപോലെ തന്നെ സെൻറ്ററിലെ പോർഷൻ, സെൻറ്റർ ഇതേപോലെ തന്നെ നമുക്ക് രണ്ടെണ്ണം ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ നമുക്ക് അതേപോലെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. അതുപോലെ നമുക്ക് മുകളിൽ, താഴെ വശം, സെൻറ്റർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ റൊട്ടേഷൻ. അപ്പം ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇതിൻ്റെ റൊട്ടേഷൻ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ് ഈ രീതി വെക്കുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് ആദ്യം മനസ്സിലാക്കുക. ഇതിൽ റൂബിക് ക്യൂബ്സ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, ഈ എല്ലാത്തിൻ്റെ ഈ ഒരു സെൻറ്റർ ബട്ടൺ ഉണ്ടല്ലോ, ഈ ഒരു സെൻറ്റർ ബട്ടൻ്റെ പൊസിഷൻ ഒരിക്കലും മാറത്തില്ല. ഈ സെൻറ്റർ ബട്ടൻ്റെ പൊസിഷൻ സെൻറ്റർ തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് വൈറ്റ് ആണെങ്കിൽ ഇവിടെ മൊത്തവും ഈ ഒരു ഭാഗം വൈറ്റ് ഭാഗം എന്ന് അറിയണം. ഈ ഒരു ഭാഗം സെൻറ്ററിൽ കീ വൈറ്റ് ആണെങ്കിൽ ഈ ഒരു ഭാഗം മൊത്തം വൈറ്റ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഓറഞ്ച് ആണെങ്കിൽ ഇവിടെ മൊത്തം ഓറഞ്ച് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ യെല്ലോ ആണെങ്കിൽ യെല്ലോ. അങ്ങനെ ഓരോ വശത്തെയും ഓരോ കളർ, സെൻറ്ററിലുള്ള കളർ കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്താലും ശരി, ഇങ്ങനെ മൂവ് ചെയ്താലും ശരി, ഇത് മാറത്തില്ല, ഇതിന്റെ പൊസിഷൻ മാറത്തില്ല, ഇത് സെൻറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, അത് ആദ്യം നമ്മൾ ഓർത്ത് വെക്കുക. ഇത് 3x3 റൂബിക് ക്യൂബാണ്. ഈ റൂബിക് ക്യൂബിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് 4-5 സ്റ്റേജിലൂടെ പോകേണ്ടി വരും. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വൈറ്റ് പ്ലസ് ആണ്. അതായത് യെല്ലോ സെൻറ്ററോട് കൂടി ഒരു വൈറ്റ് പ്ലസ് ആണ് നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് യെല്ലോ ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാൻ നേരത്തെ പറഞ്ഞതുപോലെ യെല്ലോ സെൻറ്റർ വന്നു കഴിഞ്ഞാൽ ഈ സൈഡ് യെല്ലോ ആയിരിക്കും. നമുക്ക് വേണ്ട എന്താണ്, നമുക്ക് യെല്ലോ സെൻറ്റർ വരികയും വേണം, ഈ ഭാഗത്തും ഈ ഭാഗത്തും ഈ ഭാഗത്തും നമുക്ക് വൈറ്റ് കൊണ്ടുവരണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഓരോ മൂവ്മെന്റ് നോക്കാം. നിങ്ങൾക്കറിയാം, നമുക്ക് ഈ യെല്ലോയുടെ ഈ ഭാഗത്ത് ഒരു വൈറ്റ് വേണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു വൈറ്റ് ഉണ്ടല്ലോ, നമുക്ക് പതുക്കെ ഇതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നില്ലേ, ഇവിടെ ഒരെണ്ണം ആയില്ലേ. പിന്നെ ഇനി വേണ്ടത്, അപ്പം ഒരു എണ്ണം കംപ്ലീറ്റ് ആയി, ഇനി വേണ്ടത് ഇവിടെയും 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 3 ഭാഗത്തും കൂടെ ഇനി നമുക്കൊരു വൈറ്റ് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ പിന്നെ നോക്കുക. കണ്ടോ, നമുക്ക് പിന്നെ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് അല്ലേ. നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് പതുക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് മുകളിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ രണ്ടാമത്തെ വൈറ്റ്. ഇനി നമുക്ക് വേണ്ട ഇവിടെ ഗ്രീൻ ആണ്. ഗ്രീനും ഓറഞ്ചിന്റെ അവിടെ നമുക്ക് ഓരോ വൈറ്റ് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ അതേപോലെ നോക്കണം, ഈ ഭാഗത്ത് എവിടെയെങ്കിലും വേറെ ഉണ്ടോ എന്ന് നോക്കാം. താഴെ നമുക്ക് നോക്കാം, നമുക്ക് കണ്ടത് ഈ ഭാഗത്തുണ്ട്. ഓക്കെ, ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിനി വേണ്ടത് ഇങ്ങനെയല്ലേ, ഈ ഗ്രീൻ നമുക്ക് മാറ്റേണ്ടത് അല്ലേ. ഗ്രീൻ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ കണ്ടോ, അവിടെയും വൈറ്റ് വന്നു. ഇപ്പൊ 1, 2, 3 വൈറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ ഓറഞ്ചിനെ കൂടെ മാറ്റണം. കണ്ടോ, ഓറഞ്ചിന്റെ ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന് ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ യെല്ലോയും ബാക്കി 4 വൈറ്റും വന്നു കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വൈറ്റ് പ്ലസ് ആണ്. അതായത് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, ഇത് വൈറ്റ് പ്ലസ് ആണ്, ബട്ട് ഇതിന്റെ സെൻട്രൽ ഒരു യെല്ലോ ഉണ്ട്. ബട്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഫുള്ള് വൈറ്റ് പ്ലസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ സൈഡ് എടുത്തിട്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രീൻ, നമുക്ക് ഇവിടെ ഗ്രീൻ ആയതുകൊണ്ട് നമുക്ക് താഴെ ഒരു ഗ്രീൻ കൊണ്ടുവരണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഈ 2 ബട്ടൺ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രീനിന്റെ പൊസിഷൻ കിട്ടും. ഓക്കെ, ഗ്രീൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ആയി. ഇനി അടുത്ത പോവുക, അടുത്ത വൈറ്റ് എടുക്കുക. വൈറ്റിന്റെ ഇവിടെ വരുന്ന ഓറഞ്ച് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഓറഞ്ചിന്റെ സൈഡ് കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ ഓറഞ്ച് ആയി. പിന്നെ ഇവിടെ നമ്മൾ പിന്നെ ഒരു 180 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തുള്ളത് ബ്ലൂവിന്റെ സൈഡാണ് അല്ലേ. നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇനി നമുക്കൊരു ബ്ലൂവിന്റെ പൊസിഷൻ കൊണ്ടുവരിക. ഓക്കെ, പിന്നെ അതിനെ ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കുള്ളത് ഒരു റെഡ് സൈഡാണ്. റെഡും അതേപോലെ തന്നെ നമ്മൾ റെഡിന്റെ സൈഡിൽ പോയി റെഡ് കൊണ്ടുവരിക. ഓക്കെ, അതിനെ നമ്മളൊരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ സൈഡിൽ ഒരു വൈറ്റ് പ്ലസ് കിട്ടും. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഒരു വൈറ്റ് പ്ലസ് വിത്ത് സെന്ററിൽ യെല്ലോ ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് വൈറ്റ് പ്ലസ് ആയി. ഓക്കെ, ഈ ഒരു സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ മുകളിലുള്ള ഭാഗത്തെ നമ്മൾ ഫുള്ള് വൈറ്റ് ആക്കണം. അതുപോലെ തന്നെ ഇത് ഇവിടെ വൈറ്റ് ആകുമ്പം ഈ ഭാഗത്ത് മൊത്തവും കളറെല്ലാം മാച്ച് ആവും. ഓക്കെ, അപ്പം അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, താഴെ ബോട്ടം ലൈനിലുള്ള
നമുക്ക് വൈറ്റിനെ കണ്ടെത്തണം. നമുക്ക് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും, ഇവിടെ ഈ ഭാഗത്തൊക്കെ വൈറ്റ് ഉണ്ടോ, ഇവിടെ വൈറ്റ് ഉണ്ട്, താഴത്ത് ഇപ്പം നമുക്ക് ഈ ഒരു വൈറ്റേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിനെ ഈ ഒരു റെഡ് ഭാഗത്തിന് നമ്മൾ വൈറ്റിന്റെ ഭാഗത്തോട്ട് മൂവ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഇതിന് നമുക്കൊരു പൂച്ചക്കുട്ടിയോട് സങ്കല്പിക്കാം. ഓക്കെ, ഇത് അതിന്റെ ഫേസ്, ഇതിന്റെ ടെയിൽ. നമുക്കിതിനെ ഫേസിന്റെ ഭാഗത്തോട്ട് മൂവ് ചെയ്യിക്കണം. എങ്ങനെ മൂവ് ചെയ്യിക്കണം? ഇതിന്റെ ടെയിൽ കളർ റെഡ് അല്ലേ, അപ്പൊ റെഡിന്റെ പോർഷൻ വരെ നമുക്ക് മൂവ് ചെയ്യിക്കാം. ഓക്കെ ഓക്കെ, നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ട്, റെഡിന്റെ പോർഷൻ വരെ മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിലെ ഭാഗം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് താഴത്തെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് പിന്നെ ഒന്ന് മുകളിലോട്ട് കൊണ്ടുപോവുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ 4 കോളം ഉണ്ടായാലും നമുക്ക് അതുപോലെ തന്നെ ഇനി ഒരു വൈറ്റ് കണ്ടെത്തുക. വൈറ്റ് നമുക്കറിയാം ഇത് അടുത്ത ഓറഞ്ച് ആണ്. അപ്പൊ ഇത് വൈറ്റ് ഭാഗം, ഇത് ഓറഞ്ച് ഭാഗം. ഇനി നമ്മൾ ഓറഞ്ചിന്റെ ഭാഗത്തോട്ട് നമ്മൾ മൂവ് ചെയ്യണം, റൈറ്റിലോട്ട് മൂവ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഓറഞ്ച് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇനി നമ്മളൊരു 90 ഡിഗ്രി കറക്കുക, ഇതിൻ്റെ താഴെ കൊണ്ടുവരിക, എടുക്കുക, തിരിച്ചു കൊണ്ടുവയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ അതുപോലെ ചെക്ക് ചെയ്യണം, താഴെ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടെന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലുള്ള യെല്ലോ താഴെ കൊണ്ടുവന്ന് ബോട്ടം ഭാഗം ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. പിന്നെ ബാക്ക് ടു നോർമൽ. അപ്പം നമുക്ക് പിന്നെ താഴ്ന്നൊരു വൈറ്റ് കിട്ടി. അതിൻ്റെ കളർ ഏതാണ്? ബ്ലൂ അല്ലേ, നമ്മൾ ബ്ലൂവിലോട്ട് കൊണ്ടുപോവുക, മുകൾ ഭാഗം റൊട്ടേറ്റ് ചെയ്യിക്കുക, ബാക്ക്. ഓക്കെ, ഇനി നമുക്ക് പിന്നെയും താഴോട്ട് നോക്കുക, താഴെ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ നോക്കുക, താഴെ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പിന്നെയും മുകളിൽ നിന്ന് കൊണ്ടുവന്ന് ബ്ലൂവിനെ താഴോട്ട് ഇറക്കുക, താഴോട്ട് ഇറക്കി ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കുക, പിന്നെ മുകളിലോട്ട് പോവുക. നമുക്ക് പിന്നെയും ഇവിടെ ഒരു ബ്ലൂവും വൈറ്റും കിട്ടി. ഇനി നേരെ ബ്ലൂവിൻ്റെ ഭാഗത്തോട്ട് പോവുക, കോർണർ ടു കോർണർ, ഇനി 90 ഡിഗ്രി തിരിക്കുക, മുകളിൽ താഴെ ഇറക്കുക, തിരിച്ചു കൊണ്ടുവരിക, വയ്ക്കുക. കണ്ടോ, നമ്മുടെ തേർഡ് സ്റ്റേജ് വൈറ്റ് സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 1 റോ, മുകളിൽ റോ എല്ലാം ഒരേ കളറായിട്ടുണ്ട്. കണ്ടോ, ഇവിടെ എല്ലാം ഓറഞ്ച് ആയിട്ടുണ്ട്, ഇവിടെ എല്ലാം ഗ്രീൻ, റെഡ്, ബ്ലൂ, മുകളിൽ നമ്മൾ വൈറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ 3ാമത്തെ സ്റ്റേജ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു റോ കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞു, ഞാൻ നേരെ അതിൻ്റെ ബോട്ടം സൈഡ് എടുക്കേണ്ട, യെല്ലോ സൈഡ് എടുക്കേണ്ടത്. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിനി ഒരു ടി ആകൃതിയുള്ള ഷേപ്പ് കണ്ടുപിടിക്കുക. ടി ആകൃതി കണ്ട ഓറഞ്ചിൻ്റെ ടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരിക്കലും ഈ സൈഡിൽ ബോട്ടത്തിൽ യെല്ലോ വരാത്ത കോളംസ് നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ഈ ഒരു സ്റ്റേജിൽ ഇവിടെ നമുക്കറിയാം നമ്മൾ ടി കണ്ടിട്ടുണ്ട്, ടിയിൽ ഇവിടെ ഗ്രീൻ ആണ് അല്ലേ. ഇനി ഗ്രീനിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത്, ഗ്രീനിന്റെ പക്ഷേ ഇതല്ലേ, ഗ്രീനിന് ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12. ഇങ്ങനെ 12 റൊട്ടേഷൻ നമ്മൾ നടത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കോളംസ് നമുക്ക് കവർ ചെയ്ത് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ താഴെ ബോട്ടം നോക്കുക, യെല്ലോ സൈഡ് നോക്കുക. അവിടെ നമുക്ക് അടുത്തത് പിന്നെ ഒരു ഓറഞ്ച് ടീ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ബോട്ടം ലൈന് ബ്ലൂ ആണ്. നമുക്ക് അതേപോലെ ഇവിടെ ഗ്രീന്, ഇവിടെ ബ്ലൂ ആണ്. അപ്പം ബ്ലൂവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഫസ്റ്റ് റൊട്ടേഷൻ. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, അതുപോലെ നമ്മൾ പിന്നെയും ശ്രദ്ധിക്കുക, താഴെ നോക്കുക. താഴെ നമുക്കിനി റെഡ്, യെല്ലോ ഇല്ലാത്ത റെഡ് ആണ്, കാരണം ഇവിടെ ഓൾറെഡി മുകളിൽ യെല്ലോ ആണ്, അത് പറ്റത്തില്ല. ഇവിടെ യെല്ലോ ഉണ്ട്, പറ്റത്തില്ല. ഇവിടെ താഴെ യെല്ലോ ഉണ്ട്, പറ്റത്തില്ല. അപ്പം നമുക്ക് ഇവിടെ റെഡ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ റെഡിന് ടി കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ നേരെ റെഡിന് ടീയിലോട്ട് പോവുക. ഓക്കെ, റെഡ് ടി കിട്ടി. ഇനി നമുക്ക് ഇവിടുത്തെ ലൈൻ കളർ ഏതാണ്? ബ്ലൂ ആണ്. ബ്ലൂവിന് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ,
നമ്മളിനി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കേണ്ടത് പിന്നെയും താഴെ പോയിട്ട് യെല്ലോ ഇല്ലാത്ത സെക്ഷൻ നോക്കുക. ഇപ്പം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ ഗ്രീൻ ആണ്, ഇവിടെ യെല്ലോ, ഇവിടെ ഓറഞ്ച് ആണ്, ഇവിടെ റെഡ്, ഓറഞ്ച്, യെല്ലോയും റെഡും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് യെല്ലോ ഇല്ലാത്തതില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ നമുക്ക് ഈ ഒരു ഗ്രീനിന് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, അപ്പം അതിന് വേണ്ടി നമ്മൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ ഗ്രീൻ ആയതുകൊണ്ട് ഗ്രീൻ്റെ സൈഡ് ഇവിടെ ഇല്ല, നിങ്ങൾക്ക് ഇവിടെ ഈ സൈഡ് ഗ്രീനെ റൊട്ടേറ്റ് ചെയ്യണം. അതായത് 1, ഓക്കെ, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, ഇനി നമ്മൾ ഒന്നുകൂടെ താഴെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കണ്ടോ, ഇവിടെ നല്ല ഗ്രീൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് താഴെ റെഡ് ഉണ്ട്. ഇവിടെ നമുക്കപ്പോൾ യെല്ലോയുടെ ഇഷ്യൂസ് ഇവിടെ ഇല്ല. അപ്പം നമുക്ക് നേരെ ഗ്രീനിൻ്റെ ടീ കണ്ടുപിടിക്കാം. ഓക്കെ, ഗ്രീനിൻ്റെ ടീ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് റെഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോവുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റും നമ്മുടെ സെൻറ്ററിലെ ലൈൻ കൂടി നമ്മൾ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റേജും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത് നമ്മൾ ഇവിടുത്തെ മുകളിൽ ഒരു ലൈൻ കംപ്ലീറ്റ് ആക്കി. അതിന് കൂടെ തന്നെ ഇപ്പോൾ നമ്മളിത് സെൻറ്ററിലുള്ള ലൈന് കൂടി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് യെല്ലോ പ്ലസ് ആണ്. നമ്മൾ നേരത്തെ വൈറ്റ് പ്ലസ് പറഞ്ഞതുപോലെ ഇനി നമുക്ക് വേണ്ടത് യെല്ലോ പ്ലസ് ആണ്. കാരണം ഇവിടെ ഇപ്പം ഇനിയുള്ള കളർ സെൻറ്റർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് റെഡ്, ഇത് ഓറഞ്ചിൻ്റെ സൈഡ്, ഇത് വൈറ്റ് സൈഡ്. വൈറ്റ് സൈഡ് നമ്മൾ ഫുള്ള് വൈറ്റ് ചെയ്തിട്ടുണ്ട്. റെഡ് സൈഡ് നമ്മൾ ഇത്രത്തോളം റെഡ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ഇത്ര ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കുള്ളത് യെല്ലോ സൈഡാണ്. അപ്പം യെല്ലോ സൈഡ് നമ്മൾ കൊണ്ടുവരാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് യെല്ലോ പ്ലസ് ആണ്. അതിനുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതിൻ്റെ ഷോർട്ട് കട്ടാണ് FURURF എന്നുള്ള ഒരു ഷോർട്ട് കട്ട്. അത് നിങ്ങളെപ്പോഴും ഓർത്ത് വെച്ചേക്കുക. FURURF. നമ്മൾ യെല്ലോ പ്ലസ് കിട്ടുന്നത് വരെ നമ്മൾ ആ ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യണം. FURURF. ഓക്കെ, അതിൽ F എന്ന് പറയുന്നത് ഫ്രണ്ട്, U എന്ന് പറയുന്ന അപ്പർ, R എന്ന് പറഞ്ഞ റൈറ്റ്. അതേപോലെ തന്നെ രണ്ടാമത്തെ U എന്ന് പറയുന്നത് റിവേഴ്സ് ആണ്. എല്ലാം ആദ്യം പറയുന്നത് എല്ലാം റൈറ്റിലോട്ടാണെങ്കിൽ രണ്ടാമത് പറയുന്ന URF റിവേഴ്സ് വരണം. ഓക്കെ, എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ ഞാൻ ഫ്രണ്ട് നിൽക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് FUR ആണ്. ഓക്കെ, F എന്ന ഫ്രണ്ട്, FURF. ഓക്കെ, നമുക്ക് ഇപ്പോഴും യെല്ലോ പ്ലസ് കിട്ടിയിട്ടില്ല. നമ്മൾ ഒന്നും കൂടെ അതേപോലെ ഒന്നും ശ്രമിക്കുക. എങ്ങനെയാണ്? FURF. ഇപ്പോഴും നമുക്ക് കിട്ടിയോ? ഇല്ല. നമ്മൾ പിന്നെയും അത് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. FURF. ഓക്കെ, ഇപ്പം നമുക്കുണ്ടോ ഒരു യെല്ലോ പ്ലസ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, യെല്ലോ പ്ലസ് കിട്ടിയിട്ടുണ്ട്. ഈ യെല്ലോ നമ്മൾ നോക്കണ്ട, കൺസിഡർ ചെയ്യേണ്ട. ഇവിടെ നമുക്കൊരു യെല്ലോ പ്ലസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് ഇവിടെ യെല്ലോ വരണമെന്നില്ല. ഇപ്പം നമുക്ക് യെല്ലോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു യെല്ലോ പ്ലസ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ആകുന്നത് വരെ, അത് നമ്മുടെ ഈ പറയുന്ന ബാക്കി എല്ലാ പോർഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ യെല്ലോ പ്ലസ് കിട്ടുന്നത് വരെ നമ്മൾ ഈ പറയുന്ന FURURF പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ചില സമയത്ത് കറക്റ്റ് യെല്ലോ പ്ലസ് കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് യെല്ലോ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അതിനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യുക. റൈറ്റ് അപ്പ്, റൈറ്റ് അപ്പ്, റൈറ്റ് അപ്പ് ടു R1. ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊരു ഫിഷിൻ്റെ ആകൃതിയിൽ കിട്ടും. ഓക്കെ, ഇതൊരു ഫിഷിൻ്റെ ഹെഡും ഇതെൻ്റെ ടെയിലായിട്ടുള്ള ഒരു സെക്ഷൻ കിട്ടും.
ഈ ഒരു ആംഗിൾ വെച്ചിട്ട് ഇങ്ങനെ ഈ രീതിയിലൊന്നുമല്ല, കറക്റ്റ് നമ്മൾ ഈ ഒരു ആംഗിൾ വെച്ചിട്ട്, ഓക്കെ, ഈ ആംഗിൾ വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ മുകളിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഫോർമുല പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം, യെല്ലോ കംപ്ലീറ്റ് ആകും വരെ. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. റൈറ്റ് അപ്പ് റൈറ്റ് അപ്പ് റൈറ്റ് അപ്പ് ടു R1. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഇതാ നമ്മുടെ യെല്ലോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയി, ഇവിടെ റെഡ് കംപ്ലീറ്റ് ആയി, ഗ്രീൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഏതാണ്? നമ്മുടെ ഈ ഒരു ലൈൻ മാത്രം നമുക്ക് കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ മുകളിൽ കാണിച്ചിരിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾ ചെയ്യുക. അതായത് ഫസ്റ്റ് R1, okay, then F, then again R1, then B2, then again R, then F, then R, then B2, then R2. ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ എല്ലാ ഭാഗത്തും വരണം. ഓക്കെ, ഈ രണ്ട് സൈഡ് ഒരേ കളർ വരണം, ഈ രണ്ട് സൈഡ് ഒരേ കളർ വരണം, ഈ രണ്ട് സൈഡ് ഒരേ കളർ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ആകും വരെ നമ്മൾ പിന്നെയും ഈ പറയുന്ന പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. R1 right and back to R2. നമുക്ക് ഈ ഒരു പൊസിഷൻ കിട്ടി. ഓക്കെ, നമ്മുടെ ഈ ഒരു പൊസിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ രണ്ടും ഗ്രീൻ വന്നു, സെൻട്രൽ ഒരു ബ്ലൂ വന്നിട്ടുണ്ട്. ഇവിടെ രണ്ടും റെഡ് വന്നിട്ടുണ്ട്, സെൻട്രൽ ഗ്രീൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കംപ്ലീറ്റ് ആയ വശം ജസ്റ്റ് ബാക്കി പിടിക്കുക. അതിനുശേഷം നമ്മൾ ഇനി അടുത്ത ഞാൻ മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണം. ഇങ്ങനെയാണ് R2 അപ്പ് റൈറ്റ് അപ്പ് R1 U1 R1 U1 R1 അപ്പ് R1. ഓക്കെ, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഈ ഒരു പൊസിഷൻ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് സെയിം പൊസിഷൻ ഒന്നുകൂടെ അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ്? R2 അപ്പ് റൈറ്റ് അപ്പ് R1 U1 R1 U1 R1 അപ്പ് R1. ഓക്കെ, ഈ ഒരു പൊസിഷൻ വന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ സ്ഥലത്തും കണ്ടോ, ഓറഞ്ചിൻ്റെ അവിടെ ഒരു ഗ്രീൻ, ഗ്രീനിൻ്റെ അവിടെ ഒരു ഓറഞ്ച്, റെഡിൻ്റെ അവിടെ ഒരു ബ്ലൂ, ബ്ലൂവിൻ്റെ അവിടെ ഒരു റെഡ്. ഓക്കെ, നമ്മൾ സെയിം ഏകദേശം നമ്മൾ ഫൈനൽ സ്റ്റേജ് എത്താറായിട്ടുണ്ട്. നമ്മൾ ഇതേ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ സെയിം പ്രോസസ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. എങ്ങനെയാണ്? R2 ഓക്കെ അപ്പ് റൈറ്റ് അപ്പ് R1 U1 R1 U1 R1 R1. ഓക്കെ, സെയിം പൊസിഷൻ നമ്മൾ ഒന്ന് പിടിക്കുക, ഒന്നുകൂടെ ചെയ്യാം. R2 അപ്പ് റൈറ്റ് അപ്പ് R1 U1 R1 R1. ഓക്കെ, നമ്മൾ ഈ പ്രോസസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ കണ്ടോ, നമ്മുടെ റൂബിക് ക്യൂബ് സിമ്പിളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓരോ സ്റ്റേജും നമ്മൾ വളരെ സാവധാനം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞ റൂബിക് ക്യൂബ് സോൾവ് ചെയ്യുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ 3x3 റൂബിക് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റും.
ഓരോ സ്റ്റേജും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന റൂബിക്ക് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആക്കാൻ പറ്റും. ഇതിന്റെ ഫോർമുലാസും കാര്യങ്ങളും ബൈ ഹാർട്ട് ആയിക്കോളും. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. അപ്പോൾ നല്ല വീഡിയോസുകളും വേണ്ടി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.